എല്ലാവർക്കും സ്വാഗതം. രോഹിത്തിനുള്ള ഫുഡ് അലീന മുകളിലെ റൂമിലേക്ക് തന്നെ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. രോഹിത്തിനോട് ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ രോഹിത്ത് കൈ കഴുകി വന്ന് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ചേച്ചി കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചു, അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ ഒരു കൂട്ട് വേണ്ടേ എന്ന് പറഞ്ഞിട്ട് അലീന പറയുകയാണ്. പിന്നീട് അച്ഛൻ ചോദിച്ചു, നിനക്ക് എന്താ താഴേക്ക് വരാൻ ഇത്ര നാണക്കേട് എന്നൊക്കെ രോഹിത്തിനോട് ചോദിക്കുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ടായിരുന്നു, നാണക്കേടുണ്ട് ചേച്ചി എന്ന് പറയും കേട്ടോ. അപ്പോൾ അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു എന്ന് ചോദിക്കും രോഹിത്ത്. അപ്പോൾ ആര് പറഞ്ഞു വഴക്ക് പറഞ്ഞു എന്ന്, നിനക്കൊരു തെറ്റ് പറ്റി, അത് ഇങ്ങനെ തെറ്റിത്തിരുത്തി മുന്നോട്ട് പോവല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അലീന പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നീട് രോഹിത്ത് പറയുകയാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ, നീ അത്രയ്ക്ക് നിഷ്കളങ്കനൊന്നുമല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനിവിടെ വന്നിട്ട് മാസങ്ങളായല്ലോ, നീ പല തവണ തെറ്റ് ചെയ്യാൻ ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരിയാണ് ഇങ്ങനെ ഇതിനെല്ലാം നിർബന്ധിച്ച് എന്നുള്ള കാര്യമൊക്കെ രോഹിത്ത് തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ മേലിക്കാവ് മറ്റത്തെ ആൾ താമസമില്ലാത്ത വീട്ടിലേക്ക് നീ എന്തിനാണ് പോയത് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ബർത്ത്ഡേ പാർട്ടി എല്ലാം നടക്കുന്നതെന്ന് നിനക്കറിയായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കെല്ലാം അറിയായിരുന്നു, പക്ഷേ ഹരി പല തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പെണ്ണിനെ കൊണ്ടുവരും എന്നുള്ളത്, പക്ഷേ സ്നേഹിച്ച പെണ്ണിനെ ചതിച്ചു കൊണ്ടുവരുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് രോഹിത്ത് ഭയങ്കര സങ്കടത്തോടു കൂടി പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോൾ അലീന എന്നെ പറയുന്നുണ്ടായിരുന്നു പോട്ടെ എന്ന് പറയും കേട്ടോ. എന്നിട്ട് പറയും, ചേച്ചിക്ക് ഇപ്പോഴും എന്നെ ചീത്തയായിട്ടല്ലേ കാണാൻ പറ്റുന്നുള്ളൂ എന്ന്. ഒരിക്കലും അല്ല മോനെ, മനസ്സിൽ നന്മയുള്ളവർക്ക് ഇങ്ങനെ തെറ്റ് ഇങ്ങനെ ഇതാക്കി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിനക്ക് എൻ്റെ മനസ്സിലുള്ള സ്ഥാനം കൂടിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് രോഹിത്ത് പറയുകയാണ്, എനിക്ക് ഭക്ഷണം വേണ്ട മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ കഴിച്ചില്ലെങ്കിൽ ഞാൻ വാരി തരും എന്നൊക്കെ അലീന പറയുന്നുണ്ട്. കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ് കേട്ടോ. പിന്നീട് രോഹിത്ത് പറയുന്നുണ്ടായിരുന്നു, അന്ന് എനിക്ക് ചേച്ചീനോടും എല്ലാവരോടും ഒരു ദേഷ്യം പകയ്ക്കുമായിരുന്നു, അച്ഛനും ചേച്ചിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അതിലെനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നെ അമ്മ വീട് വിട്ട് ഇറങ്ങിപ്പോയതിൻ്റെ ഇതും ഒക്കെ എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് എൻ്റെ ലൈഫ് തന്നെ തല്ലി പൊട്ടിക്കാനാണ് തോന്നിയത് എന്നൊക്കെ പറഞ്ഞ് മനസ്സ് തുറക്കുമ്പോൾ അലീനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്, ഭക്ഷണമൊക്കെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മാമച്ചായൻ്റെ വീടാണ്. അപ്പോൾ അവിടേക്ക് ഷെറിൻ്റെ ഭർത്താവ് ടോണി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയാണ് വന്ന് ഇങ്ങനെ കോളിംഗ് ബെല്ലടിക്കുന്ന സമയത്ത് വന്ന് ഡോറ് തുറക്കുന്നത്. ആദ്യം ഇങ്ങനെ വിൻഡോയിലൂടെ നോക്കും, കാറ് കാണുന്ന സമയത്താണ് വന്ന് ഡോറ് തുറക്കുന്നത്. അപ്പോൾ ടോണീനെ കാണുമ്പോൾ ടോണിച്ചായനോ എന്ന് പറഞ്ഞ് അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ എന്നൊക്കെ ചോദിക്കും, വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് രേവതിക്കുട്ടി. അപ്പോൾ ഇല്ല, ലൊക്കേഷൻ അയച്ച് തന്നിട്ടുണ്ടായിരുന്നല്ലോ, എന്നാലും ഈ വീടിൻ്റെ മുന്നിലൂടെ ഞാൻ 2-3 തവണ പോയി, ഡെസ്റ്റിനേഷൻ പറയുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു സംശയം എന്ന് പറയും. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു, അത് ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്നവർക്ക് ഒക്കെ ഉള്ളതാണ്, ഇത് വല്ല റിസോർട്ടും ആണോ ഹോം സ്റ്റേ ആണോ എന്നുള്ളൊരു സംശയം തോന്നാറുണ്ട് എന്നൊക്കെ പറയണം. അപ്പോഴേക്കും ഗ്രേസമ്മ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഗ്രേസമ്മയ്ക്ക് ടോണി ചായനെ അറിയില്ലല്ലോ. അപ്പോൾ ഇതാണ് ഷെറിൻ ചേച്ചിയുടെ ഭർത്താവ് ടോണി എന്ന് പറയുന്നത്, ടോണി ചായൻ എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നീട് രേവതിനോട് ചായ എടുക്കാൻ പറഞ്ഞിട്ട് മാമച്ചായനെ വിളിക്കാനായിട്ട് ഗ്രേസമ്മ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് മാമച്ചായനും വന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ മാമച്ചായനെ കാണുമ്പോൾ തന്നെ ടോണി ചോദിക്കുന്നുണ്ട്, അങ്കിളിൻ്റെ അസുഖമൊക്കെ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. പിന്നീട് ടോണി പറയുന്നുണ്ടായിരുന്നു, നിങ്ങളന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചല്ലോ, പിന്നീട് അങ്ങോട്ടേക്ക് കണ്ടില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, അങ്ങോട്ടേക്ക് വരണമെന്നുണ്ടായിരുന്നു, പിന്നെ സാഹചര്യം അനുവദിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊന്നുമല്ല കാര്യം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പിന്നിൽ എന്തോ കാര്യമുണ്ട്. ശരിക്കും നിങ്ങൾ എന്തിനാണ് അന്ന് ഷെറിൻ്റെ കുഞ്ഞിനെ കുറിച്ചും ഷെറിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചത്, ഷെറിനുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ മാമച്ചായൻ ഒന്ന് പതറുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രേവതി ചായയൊക്കെ കോഫിയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ടോണി കോഫിയൊക്കെ കുടിച്ചിട്ട് നല്ല കോഫിയാണെന്നൊക്കെ രേവതിനോട് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഷെറിനുമായിട്ടുള്ള ബന്ധം ചോദിക്കുമ്പോൾ മാമച്ചായൻ ആദ്യമൊന്നും വിട്ട് പറയുന്നില്ല. പിന്നീട് മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, ഞങ്ങളിങ്ങനെ ടോണിനോട് ഒരു കാര്യം ചോദിച്ചാൽ തുറന്നു പറയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ചില കാര്യങ്ങൾ ചോദിച്ചാൽ തുറന്നു പറയുമോ എന്ന് ചോദിക്കുമ്പോൾ ടോണി പറയുന്നുണ്ടായിരുന്നു, എനിക്കറിയാവുന്നതാണെങ്കിൽ തുറന്നു പറയാമെന്ന്. അപ്പോൾ നിങ്ങളുടെ കല്യാണം കഴിയുന്ന സമയത്ത് ഷെറിൻ്റെ കുഞ്ഞ് എവിടെയായിരുന്നു എന്നൊക്കെ തന്നെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഷെറിൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അറിവ് എന്ന് പറയും. പിന്നീട് ആ കുഞ്ഞിന് എന്താ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് മാമച്ചായനും ഒക്കെ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അതറിയത്തില്ല എന്ന് പറയുന്നുണ്ട്, ആ കുഞ്ഞിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണല്ലോ ഷെറിന് വട്ടായത് എന്നൊക്കെ പറയുമ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ആ കുഞ്ഞിനെ കുറിച്ച് ഷെറിനെ അറിയായിരുന്നെങ്കിൽ ഇങ്ങനെ ഷെറിൻ്റെ മാനസിക നില തെറ്റില്ലായിരുന്നു എന്നാണോ ടോണി പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതെ, ഷെറിൻ്റെ വീട്ടുകാർ ഒരു അതിബുദ്ധി കാണിച്ചതാണ്. ഇനിയിപ്പോൾ ഭാവിയിൽ ഷെറിനും അവരുടെ വീട്ടുകാർക്കും ആ കുഞ്ഞൊരു ബാധ്യത ആയാലോ എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ
അവരിങ്ങനെ ആ കുഞ്ഞിനെ ആർക്കോ വിറ്റു, അല്ലെങ്കിൽ എവിടെ ആർക്കെങ്കിലും കൊടുത്തു, കൊന്നോ എന്നൊന്നും അറിയില്ല എന്നൊക്കെയാണ് കേട്ടോ ടോണി പറയുന്നത്. അപ്പോൾ ഗ്രേസമ്മയ്ക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് കൊന്നു കളഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ ഒരു ഇത് നിങ്ങൾക്കിങ്ങനെ പറയുമ്പോൾ അവരിങ്ങനെ ഭയങ്കര ആകാംക്ഷയോടുകൂടിയാണല്ലോ കുഞ്ഞിൻ്റെ കാര്യം ചോദിക്കുന്നത്. അപ്പോൾ ടോണി ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്താ കുഞ്ഞിനെക്കുറിച്ച് അറിയാൻ ഇത്രയും ആകാംക്ഷ എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് സമയം എല്ലാവരും മിണ്ടാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് ഗ്രേസമ്മയാണ് പറയുന്നത് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് പറയുന്നു കേട്ടോ. അവരുടെ മകൻ്റെ കുഞ്ഞായിരുന്നു അതെന്ന് ആദ്യം പറയുമ്പോൾ ടോണിക്ക് മനസ്സിലാവുന്നില്ല, പിന്നീട് മനസ്സിലാവുന്ന പോലെ തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞങ്ങളുടെ മകൻ കൂടെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ പപ്പ ഞങ്ങളുടെ മകനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ടോണിയാണെങ്കിലും ആകെ അങ്ങനെ പതറി വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ്. എന്നിട്ട് പിന്നീട് കാണിക്കുന്നത് രേവതി കുട്ടിയാണെങ്കിലും ടോണീനെ ജിജോയുടെ റൂമിലേക്ക് കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഷെറിൻ്റെയും ജിജോയുടെയും ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, അവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരുടെയും കല്യാണം തീരുമാനിച്ചതായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരനെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് രേവതി ഒരു കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോണി ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതി കുട്ടി ഈ കഥ പറയുന്ന സമയത്ത് ഏത് പുള്ളിക്കാരനെ ഇഷ്ടപ്പെടാതിരുന്നതിന് അപ്പോൾ മുകളിലിരിക്കുന്ന ആൾക്ക് എന്നൊക്കെ പറയുകയാണ്, അതുകൊണ്ടായിരിക്കും അവരെ തമ്മിൽ പിരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോണി ചായനും ഷെറിൻ ചേച്ചിയും തമ്മിലുള്ള കല്യാണത്തിന് മുന്നേ ജിജോ ചേട്ടൻ അങ്ങ് പോയല്ലോ എന്നൊക്കെ പറയുകയാണ്. ഷെറിൻ ഇങ്ങനെ പിഴച്ച് പ്രസവിച്ചു എന്നൊക്കെ പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയൊന്നും പറയല്ലേ, അവർ തമ്മിൽ അത്രയ്ക്കും നല്ല സ്നേഹത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രണ്ടുപേരുടെയും കല്യാണം രണ്ട് വീട്ടുകാരും തമ്മിൽ ഇങ്ങനെ തീരുമാനിച്ചതായിരുന്നു, അതിൻ്റെ ഇടയ്ക്കാണല്ലോ ഈ ഒരു ഇതൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴും ടോണിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ ടോണി ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾ എന്നോട് കാണിച്ച സ്നേഹമൊക്കെ അഭിനയമായിരുന്നു എന്ന്. അപ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നും ആയിരിക്കില്ല, നല്ലൊരു ഭർത്താവിനെ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഷെറിൻ ചേച്ചി ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ജിജോ ചേട്ടനേക്കാളും കൂടുതൽ ചിലപ്പോൾ ടോണി ചായനെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ടോണിക്ക് അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല, ദേഷ്യവും സങ്കടവും ഒക്കെ കൂടെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഇവിടെ നിൽക്കണ്ട, ഈ റൂമിൽ നിൽക്കണ്ട, അവരുടെ ഫോട്ടോയൊന്നും കാണണ്ട, ഞാനിതെല്ലാം മറക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. രേവതിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ കുഞ്ഞിനെക്കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്, പിഴച്ച് പ്രസവിച്ചതല്ലേ ഒന്നൊന്നും പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഫോട്ടോസും ഇതെല്ലാം കണ്ടിട്ട് ടോണി ചായന് മനസ്സിലായില്ലേ അവർ തമ്മിലുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ടായിരുന്നേ. പിന്നീട് ടോണിയും രേവതിക്കുട്ടിയും കൂടെ താഴേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് മാമച്ചായനോടും അതുപോലെ തന്നെ ഗ്രേസമ്മേനോടും സംസാരിക്കുന്നുണ്ടായിരുന്നു. ടോണി കുറച്ച് ദേഷ്യത്തിലാണ് കേട്ടോ അങ്ങനെ ചോദിക്കുന്നത്, നിങ്ങളിങ്ങനെ ഷെറിനും അതുപോലെ തന്നെ നിങ്ങളുടെ മകനും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നെ ആ റൂമിലേക്ക് കൂട്ടി കൊണ്ടുപോയത് എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് മാമച്ചായനും ഗ്രേസമ്മയും ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്നൊക്കെയാണ് കേട്ടോ അഭ്യർത്ഥിക്കുന്നത് ടോണിനോട്. അപ്പോൾ ടോണി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നോട് ഇത് ഇങ്ങനെ പറയാൻ ഇങ്ങനെ ലജ്ജ തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം മറന്ന് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, അപ്പോഴാണ് നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നതും ഇതെല്ലാം ചോദിച്ചതും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ കുറ്റപ്പെടുത്തുന്ന പോലെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു മോനെ നീ ചെറുപ്പമാണ്, നിനക്കിനിയും കല്യാണം കഴിഞ്ഞ കുട്ടികളുണ്ടാവും, പക്ഷേ ഞങ്ങളുടെ കാര്യം അങ്ങനെയല്ല, ഞങ്ങളുടെ ഒരു ഏക മകനാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറയുമ്പോൾ ടോണി ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തിനെല്ലാം ഒരു അനന്തരാവകാശി വേണം അതിനല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് നാണല്ലേ അത് ചോദിക്കാനെന്നൊക്കെയാണ് കേട്ടോ ടോണി ചോദിക്കുന്നത്. പിന്നീട് അവർക്ക് തന്നെ അതിങ്ങനെ മനസ്സിലായതുകൊണ്ട് തന്നെ അവർ സോറി പറയുന്നുണ്ട് കേട്ടോ. മാമച്ചായൻ സോറി പറയുന്നുണ്ടായിരുന്നു ടോണിനോട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയും പറയുന്നുണ്ടായിരുന്നു അങ്കിള് ആൻറ്റിയും സോറി പറഞ്ഞില്ലേ ടോണി ചായ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി സമ്മതിച്ചു, ഇനി നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരുമോ എന്നെ വിളിക്കുകയോ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവരതും സമ്മതിക്കുന്നുണ്ട് കേട്ടോ. ശരി എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ട് ടോണി അവിടെ നിന്ന് പോവേ. പിന്നീട് അങ്ങനെ കാറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് വീണ്ടും ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ. രേവതിക്കുട്ടി അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രേവതിക്കുട്ടീനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ടോണി പോകുന്നത്. അയാൾക്കും ഭയങ്കര വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അലീനയാണ്. അലീന രോഹിത്തിൻ്റെ റൂമിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോഴാണ് കോളിംഗ് ബെല്ല് അടിക്കുന്നത്. അപ്പോൾ ചെന്ന് ഡോർ തുറന്ന് നോക്കുമ്പോൾ എന്തോ പാഴ്സൽ വന്നതാണ് കേട്ടോ. ഫുഡ് എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വൈജയന്തി മാഡം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അകത്തുണ്ടെന്ന് പറയട്ടെ. അപ്പോൾ പാഴ്സൽ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ പൈസയൊന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പേ ചെയ്തതാണെന്ന് പറയും. അപ്പോൾ അലീന അത് വാങ്ങിച്ചിട്ട് അകത്തേക്ക് കയറുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നീട് പ്രമോ കാണിക്കുന്നുണ്ടായിരുന്നു. രോഹിത്തിനെ അലീനയാണെങ്കിലും കൂട്ടി അമ്പലത്തിലേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ ഇട്ട് അമ്പലത്തിലേക്ക് കൂട്ടി കൊണ്ടുപോകുന്നൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് കേട്ടോ പ്രമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെ കാണിച്ച പ്രമോ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്